അപ്പോൾ ഇന്നത്തെ ഒരു പ്രൊഡക്റ്റീവ് ദിവസം കാണാം. നാട്ടിൽ വന്നിട്ട് ഇന്ന് ഞാൻ എൻ്റെ മിസ്സുമായിട്ടൊരു ഗെറ്റ് ടുഗദർ. മിസ്സ് ജർമ്മനിയിലും ക്രൊയേഷ്യയിലും ഒക്കെ കറക്കുമായിരുന്നു. അപ്പം ഇന്ന് മിസ്സിനോട് ഞാനിന്ന് മീറ്റ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിസ്സിനെ കാണാൻ പോകാനുള്ളൊരു ഇന്ന് നമുക്ക് ഈവനിങ് ഒരു സ്റ്റുഡിയോയിലൊരു വർക്കുണ്ട്. എൻ്റെ പുതിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അവിടെയും പോകണം. അപ്പം ഞാനിന്ന് മിസ്സിനെ കാണാനായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. മിസ്സിനെ കണ്ട് നമ്മുടെ ബുക്ക് മിസ്സിനെ കൈമാറി. അതിനുശേഷം ഞങ്ങൾ ലഞ്ചിനായിട്ട് അഞ്ചപ്പം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഒരു കൺസെപ്റ്റാണത്. അപ്പോൾ അവിടെയാണ് ഞാൻ കഴിക്കാനായിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ നാൾക്ക് ശേഷം കാണുമല്ലേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ അവിടെ ഏറെ പ്രിയപ്പെട്ടവരെ കാണാൻ സാധിച്ചു. അഞ്ചപ്പം ചെന്നപ്പം അപ്പോൾ അവർ വിളമ്പി തന്ന ഫുഡ് കുറച്ച് ടേസ്റ്റ് കൂടിയതുപോലെ തോന്നി. അപ്പോൾ ഈ അഞ്ചപ്പം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇത് നടത്തുന്ന ആൾ തന്നെ പറയുന്നത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അവർ പറയുന്ന അവരുടെ സംസാരം നമുക്ക് കേൾക്കാം. ഈ അഞ്ചപ്പത്തെ കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയോ? അഞ്ചപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ബോബി ജോസ് കട്ടിക്കാട് കണ്ടോ, ബോബി ജോസ് കട്ടിക്കാട് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഒരു ആശയമാണ്. ഉച്ചയ്ക്ക് ഒരു നേരം നിർവാഹമില്ലാത്തവർ ഭക്ഷണം കഴിക്കുക. അപ്പൊ ഒരു ദിവസത്തെ പോഷകമൂല്യം വേണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് മനസ്സിലായി. ഒരു ദിവസത്തേക്കുള്ള കംപ്ലീറ്റ് പോഷകങ്ങൾ ആ ഒരു നേരത്തെ ഭക്ഷണത്തിൽ അവർക്ക് വേണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതിന് പ്രകാരം കുറേ നല്ല മനസ്സുള്ളവർ കൂടിക്കൊണ്ട് ഒരു ട്രസ്റ്റ് പോലെ ചെയ്യുന്നൊരു പരിപാടിയാണ് അഞ്ചപ്പം. ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കഴിക്കാം, പൈസ ആർക്ക് വേണമെങ്കിലും വന്ന് കഴിക്കാം. പിന്നെ സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് ഇവിടെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ കഴിച്ചിട്ട് കാശുള്ളവർ എന്തെങ്കിലും നമ്മളെ ആ ബോക്സിൽ നിക്ഷേപിക്കും കേട്ടോ. ഇല്ലാത്തവരെ അങ്ങനെ പോകും. അപ്പോൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഒരാൾ ആഹാരം കഴിക്കാതെ പോകരുത്. അതാണ് ഞങ്ങളുടെ അഞ്ചപ്പത്തിൻ്റെ നിർദ്ദേശം. പൈസ ഇല്ല, അതുകൊണ്ട് ഇവിടെ ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന ഒത്തിരി കുട്ടികൾ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ട്. ഇല്ലാതൊക്കെ ഈ പൈസ കാണത്തുള്ളൂ. പക്ഷെ അവർ സന്തോഷത്തോടെ 100-ലധികം ഊണ് ഒരു ദിവസം ഇവിടുന്ന് എത്തിയേനെ കൊടുക്കുക. 100-ലധികം ആൾക്കാർ ഒന്ന് ഭക്ഷണം. അപ്പം ഞാൻ ഞാനിപ്പോൾ ലേഡീസിൻ്റെ ചെരുപ്പ് കണ്ടപ്പം അതായത് ഒരു നേരം ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്ക്. അത് ആർക്കും വന്ന് കഴിക്കാം, ഇനി വരുന്നില്ല. കാശുള്ളവരതിനകത്ത് നിക്ഷേപിക്കും, ഇല്ലാത്തവർ അങ്ങനെ കഴിച്ചിട്ട് ഇറങ്ങിപ്പോകും. ഒരു നല്ല പരിപാടിയുണ്ട്. അറിവും അക്ഷരവും അല്ലേ? അന്നവും അക്ഷരവും ആദരവോടെ. അതാണ് അന്നവും അക്ഷരവും ആദരവോടെന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. സമൂഹത്തിലോട്ട് ഭക്തി എന്ന് പറഞ്ഞാൽ അതേ തലത്തിൽ നിൽക്കുന്നില്ല. സമൂഹത്തിലെ ആൾക്കാരിലോട്ട് കർത്താവും അങ്ങനല്ലേ, യേശുക്രിസ്തു അങ്ങനല്ലേ, താഴെ കിടയിലോട്ട് ഉള്ളവരോട് മുക്കുവരും തള്ളി. ഇവര് അഞ്ചപ്പത്തിലുള്ള ഹസ്ബൻഡും വൈഫാണ്. ഇവരുടെ ഒരു വോളണ്ടറി സർവീസ് പ്രകാരമാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണിത്. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് മനസ്സമ്മതയാണ്. ഓക്കെ. അപ്പോൾ ഡെയിലി ഈ ചേച്ചിയുടെ ഇവർ രണ്ടുപേരുടെ ആ ഒരു ഇതിലാണ് ഈ ഒരു സംരംഭം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ. എനിക്ക് ഒരു വലിയ ആഗ്രഹമായിരുന്നു. സാധാരണഗതിയിൽ എനിക്ക് അപ്പോൾ അവിടുത്തെ ഊടിനൊക്കെ ശേഷം മിസ് ഈയിടെ ജർമ്മനി പോയ ക്രൊയേഷ്യയിലൊക്കെ പോയ കുറച്ച് പടമൊക്കെ കണ്ട ശേഷം ഞാൻ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയി. സ്റ്റുഡിയോയിൽ പോകുന്ന വഴിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൂടെ പിക്ക് ചെയ്തു. അവനും എൻ്റെ പുതിയ വർക്ക് കാണാൻ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആവട്ടെന്ന് വെച്ചിട്ട് അവനെയും കൊണ്ടുപോയി, പിന്നെ മിസ്സിനെയും കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ പുതിയ വർക്കൊക്കെ കേട്ട് കുഞ്ഞിനും മിസ്സിനൊക്കെ ഇഷ്ടമായി. അവനത് തുള്ളി കളിക്കുകയാണ്. പിന്നെ സ്റ്റുഡിയോയിലെ അങ്കിൾ ഞങ്ങളെ വൈകിട്ട് ഓട്ടോവും കയറ്റി വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഹാപ്പി എന്നൊരു പ്രൊഡക്റ്റീവ് ഡേ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു.